രണ്ട് പഴം വീട്ടിലുണ്ടോ? കറുത്ത നല്ല പഴുത്ത പഴം ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിതാ നല്ല 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടി പലഹാരം ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. നമുക്ക് അടിപൊളി ചായക്കടി ഉണ്ടാക്കിയെടുക്കാം. നല്ല ഏത്തപ്പഴം പഴുത്തത് ഉണ്ടെങ്കിൽ എടുത്ത് കളയരുത്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഏത്തയ്ക്ക എടുത്തിട്ടാണിത് ഉണ്ടാക്കിയത്. ഒത്തിരി പഴുത്ത പഴമായതുകൊണ്ട് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടതാണ്, അതുപോലെ ചെയ്ത് നോക്കി. നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം, എങ്ങനെ അത് ഞാൻ ഉണ്ടാക്കിയെടുത്തെന്നുള്ളത്. അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു പലഹാരം ഉണ്ടാക്കാനായിട്ട് 3 പഴുത്ത പഴം നന്നായിട്ട് പഴുത്തപ്പോൾ ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ നന്നായിട്ട് തൊലി കറുത്ത്, പിന്നെ ഒരു മുട്ട, ഇച്ചിരി ശർക്കര, പിന്നെ 3 ഏലയ്ക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇത്രയും കൂടെ നമ്മുടെ മിക്സിയുടെ ജാറിൽ അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഒരു 4 മണിക്ക് ചായക്കടിയാകട്ടെ, ഇന്നത്തെ ഇങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ച് നമ്മുടെ ഒരു വീഡിയോ ഞാൻ കണ്ടതാണ്, ചാനലൊരു വീഡിയോ കണ്ടതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അവർ പഞ്ചസാരയാണ് ചേർത്ത്, നമ്മൾ പഞ്ചസാര വേണ്ട, ശർക്കര ചേർത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതൊന്ന് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ ഏത്തയ്ക്കയെല്ലാം ഞാൻ മുറിച്ചിട്ട് നന്നായിട്ട് പഴുത്ത് ഉണ്ടോ. അപ്പോൾ നല്ല പഴുത്ത ഏത്തയ്ക്ക ഉണ്ടെങ്കിൽ ഇനി കളയണ്ട, നമുക്കിതുപോലൊക്കെ ചെയ്ത് 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാം. അപ്പോൾ ഏത്തയ്ക്ക മുറിച്ചിട്ട് മുട്ടയും പൊട്ടിച്ചൊഴിച്ച് ഏലയ്ക്ക ഇട്ട് ഇനി നമുക്ക് ആവശ്യത്തിന് മധുരവും കൊണ്ടിടാം. നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിൽ നിന്നെല്ലാം വടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് മൈദാമാവ് ഇട്ട് നമുക്ക് പുരട്ടിയെടുക്കാം. കുഴച്ചെടുക്കാം. കുറച്ച് മൈദാമാവും കൂടെ വേണം. അപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു പിഞ്ച് ഉപ്പോടിടാം. ഒരു പിഞ്ച് ഉപ്പോടിട്ട് ഒന്നുകൂടെ പുരട്ടിയെടുക്കാം. ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതാ നോക്കിക്കേ, അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്, തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം ഓരോ തവി ഓരോ സ്പൂണ് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് മുരിച്ചെടുക്കാം. അപ്പോൾ ഏത്തയ്ക്ക പഴുത്തതുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും ഇതുപോലെ ചെയ്ത് നോക്കാം, എടുത്ത് കളയേണ്ട കാര്യമില്ല. നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുരിഞ്ഞത് കോരി എടുത്തതിന് ശേഷം അടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്.
കോരിയെടുക്കട്ടെ. അപ്പോൾ അടുത്തതും കോരിയെടുത്ത് ഇതാ കണ്ടോ, ആദ്യത്തേതാണേ. അത് നമുക്ക് ഇടോട്ടിടാം. മുട്ട ചേർത്തുകൊണ്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കുകയാണ്. സോഡാപ്പൊടിയുടേതോ ഈസ്റ്റിൻ്റെയോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ബാക്കിയെല്ലാം പൊരിച്ചുകൊണ്ട് വരാം. കുറച്ച് മതി. അപ്പോൾ രണ്ടാമതിട്ടതും റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ അടുത്തതും കോരിയെടുത്ത് ബാക്കി ഞാൻ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ബാലൻസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. എണ്ണ നമ്മുടെ ഒഴിച്ചു കൊടുത്ത എണ്ണ ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് അത് എന്താ ആയി വന്നിട്ടുണ്ട്. ലാസ്റ്റ് അത് ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മുടെ എണ്ണ ഒഴിച്ചു കൊടുത്തത് അതുപോലെ നമ്മുടെ ചട്ടിയിലുണ്ട്. കണ്ടോ, ശകലം പോലെ എണ്ണ കുടിക്കാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം. എൻ്റെ ഫോൺ കൊള്ളാത്തത് കൊണ്ടാണ്. ഇതാ നോക്കി, എണ്ണയൊന്നും കുടിക്കാത്ത നല്ല ഒരു 4 മണി പലഹാരം. ഇതാ നോക്കി.